ഹായ് ഓൾ. പോർട്രേറ്റ് ഓഫ് എ ബ്യൂട്ടി എന്ന മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. 2019 റിലീസായ ഒരു ടർക്കിഷ് സൈക്കോളജിക്കൽ ഹൊറർ മൂവിയാണ് പോർട്രേറ്റ് ഓഫ് എ ബ്യൂട്ടി. നല്ലൊരു ഹൊറർ മൂവിയാണിത്. ആദ്യത്തെ 1 മണിക്കൂർ നോർമൽ ഹൊറർ ഫ്ലോയിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നതെങ്കിലും ആ 1 മണിക്കൂർ കഴിയുമ്പോൾ സിനിമ വേറൊരു ലെവലിലേക്ക് മാറുകയാണ്. ഇതിന്റെ കഥ എന്താണെന്ന് വെച്ചാൽ, നായികയും ഹസ്ബൻഡും അവർക്കൊരു കുഞ്ഞു മകളുണ്ട്. അവര് കുടുംബമായിട്ട് താമസിക്കുന്നു. നായികയുടെ ഒരു അച്ഛനുണ്ട്. പുള്ളിക്കാരനും ഈ നായികയുടെ ഹസ്ബൻഡും ചിത്രങ്ങൾ വരയ്ക്കുന്ന ചിത്രകാരന്മാരാണ്. നല്ല അടിപൊളിയായിട്ട് ചിത്രങ്ങൾ വരയ്ക്കും. ആ ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് ശേഷം അത് വിൽക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് അവരുടെ ഉപജീവന മാർഗം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു ദിവസം നായികയുടെ അച്ഛൻ അവരുടെ വീടിന്റെ മുകളിലത്തെ റൂമിൽ നിന്ന് ചിത്രങ്ങൾ വരച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ താഴെ എന്തോ ശബ്ദം കേട്ട് അദ്ദേഹം താഴെ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ വാതിൽ കാറ്റടിച്ചിങ്ങനെ അനങ്ങുന്നത് കണ്ടിട്ട് കാറ്റടിച്ചതിന്റെ ശബ്ദമായിരിക്കും എന്ന് വിചാരിച്ച് അയാൾ വന്ന് ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് പോവുകയാണ്. തിരിച്ച് വീണ്ടും മോളിൽ പോകുമ്പോൾ ഒരു ചിത്രം, അദ്ദേഹം വരച്ചുകൊണ്ടിരുന്ന ചിത്രം പെട്ടെന്ന് ആ ക്യാൻവാസിൽ കാണാതാകുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് എന്തോ പന്തികേട് തോന്നുന്നു. നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പുറകിലായിട്ട് അദ്ദേഹം വരച്ച ആ ചിത്രം ഒരു പെൺകുട്ടിയുടെ ചിത്രമായിരുന്നു. ആ ചിത്രത്തിലുണ്ടായിരുന്ന പെൺകുട്ടി ഇദ്ദേഹത്തിന്റെ പുറകിൽ നിന്നിട്ട് പെട്ടെന്ന് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് സീൻ കാണുന്നത്. അപ്പോൾ ഓൾറെഡി നോർമലായിട്ട് നമ്മളെല്ലാ കൊലപാതകങ്ങളിലൊക്കെ കാണുന്നത് പോലെ പോലീസ് കേസാകുന്നു. പോലീസ് ആ വീട് സീൽ ചെയ്യുന്നു. മകളും കുടുംബം അവിടെ എത്തുന്നു. സ്വാഭാവികമായും മകള് സംശയത്തിന്റെ നിഴലിലാണ്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും മകളുടെ ചിന്ത, എങ്ങനെയെങ്കിലും ഈ സ്വത്തുക്കളെല്ലാം എന്റെ പേരിലാക്കണം, ഈ അച്ഛൻ വരച്ചു വെച്ചിരിക്കുന്ന കുറെ ചിത്രങ്ങളുണ്ട്, അതൊക്കെ വിൽക്കണം, ഇതൊക്കെയാണ് മകളുടെ മനസ്സിൽ. ഇത് അന്വേഷിക്കാൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇനി മകളുടെ കരങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടോ എന്നൊക്കെയുള്ള സംശയത്തിലൊക്കെയാണ്. എന്താണെന്ന് വെച്ചാൽ, ഇത് കൊലപാതകമാണോ, ഇതെങ്ങനെയാണ് സംഭവിച്ചത്, എന്താണ് ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്നൊക്കെ അറിയണമെങ്കിൽ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കുക. അഡൽട്ട് കണ്ടന്റ് ഒക്കെ ചെറിയ രീതിയിലൊക്കെ ഉണ്ട്. അത് മൈൻഡിൽ വെച്ചിട്ട് വേണം കാണാനായിട്ട്. എന്തായാലും നല്ലൊരു ഹൊറർ മൂവിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. അടുത്ത പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.